ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിംഗ് വീഡിയോ കുറേ നാളായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മൾ കൃഷി ചെയ്യാനായിട്ടല്ല വന്നിരിക്കുന്നത്, കുറച്ച് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പറമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം നമ്മൾ തന്നെ ഉണ്ടാക്കിയാലോ എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ജൈവവളം ഉണ്ടാക്കുവാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. കണ്ടാലോ? ആയോ? നമ്മുടെ പറമ്പിലേക്കുള്ള ജൈവവളം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മുടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, അത് കുറച്ച് നമ്മൾ പുല്ല് വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അടുത്തത് നമ്മളത് ഈ ചാരമാണ് ഇടുന്നത്. ചാരത്തിൽ പൊട്ടാഷ് ഇറങ്ങിയത് കൊണ്ട് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് കായ്ഫലം കിട്ടും കേട്ടോ. മുട്ടത്തൊണ്ടാണേ. മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ നല്ല ആട്ടിൻകാട്ടാണ് കേട്ടോ. നമ്മൾ ഒരു ചട്ടി ആട്ടിൻകാട്ടിടാണ്. ആട്ടിൻകാട്ടും ചാണകവും അതില്ലാണ്ട് നമുക്ക് എന്ത് വളം അല്ലേ. അപ്പോൾ ആട്ടിൻകാട്ടും ചാണകമാണ് നമ്മളിതിന് അടുത്തായിട്ട് ഉപയോഗിക്കുന്നത്. ചാണകവും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലത്ത് നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് വളരാനായാലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജൈവവളമാണ് ആട്ടിൻകാട്ടും ചാണകവും. നമ്മളിടുന്നത് ചാണകമാണ്. ഓൾറെഡി നമ്മളിവിടെ പറമ്പിൽ കുറച്ച് ചാണകം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് എടുക്കാൻ പോവാണ്. ഓരോ ചട്ടി വെച്ചിട്ടാണ് ചാണകവും ആട്ടിൻകാട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ചട്ടി തന്നെ ധാരാളമാണ്, കാരണം ഇതിൻ്റെ മേലേക്ക് നമ്മൾ വേറെ കുറേ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വളമായിട്ട്. ഇതേ സ്റ്റെപ്പ് നമ്മൾ കുറച്ചധികം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കരിയില വേണം കേട്ടോ നമുക്ക്, അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ. നമ്മുടെ പൈനാപ്പിൾ തോട്ടമാണ്, മൊത്തം കാട് പിടിച്ചേക്കുവാണ്. കരിയിലയിൽ ധാരാളം കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം അത്യാവശ്യമാണ്, നല്ലതുമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വളക്കൂട്ടിലേക്ക് ഈ കരിയില ചേർത്തിരിക്കുന്നത്. കരിയിലയുടെ അപ്പോൾ നമ്മൾ തണ്ടൊക്കെ ഉണ്ട് ഇതിൽ, പക്ഷെ തണ്ടൊന്നും നമ്മൾ ചേർക്കത്തില്ല. ആ ഇല കരിഞ്ഞ ഇല മാത്രം എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ ചീമക്കൊന്നേൻ്റെ ഇല ഇതിൻ്റെ മുകളിലിടാണ് കേട്ടോ. ചീമക്കൊന്നാന്നും ചൗക്കാന്നൊക്കെ പറയും. നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇത്. കരിയിലയിൽ കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചിലയിൽ കൂടുതലായിട്ട് നൈട്രജൻ ആണുള്ളത്. ഇത് നമ്മുടെ ചെടികളുടെ ഫലപുഷ്ടിത വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. പച്ചില നമ്മൾ സാധാരണ ചെടികളൊക്കെ നട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കും പച്ചിലകൾ. ഇത് നമ്മുടെ ചെടികൾക്ക് ഈർപ്പം കിട്ടുന്നതിന് നന്നായിട്ട് സഹായിക്കും. പറമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളം നമുക്ക് തന്നെ ഉണ്ടാക്കാം, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട എന്ന ഒരു ആശയത്തിൻ്റെ പുറത്താണ് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ജൈവവളം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടുള്ള നമ്മളൊരു എക്സ്പെരിമെൻ്റാണിത്. ഇതെങ്ങനെയാണ് റെഡി ആയിട്ട് വരിക എന്ന് നമുക്കറിയില്ല. ഇതെന്തായാലും ഒരു സക്സസ് ആവും തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മുട്ടത്തൊണ്ടായാലും പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും ഒക്കെ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചറിഞ്ഞിട്ട് ആണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് റെഡി ആവും എന്നുള്ള പ്രതീക്ഷ തന്നെയുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഷീറ്റിലല്ല ചെയ്യേണ്ടത്. ശരിക്കും കറക്റ്റായിട്ട് ഇതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മ് കാണിക്കാൻ കണ്ടില്ലേ, അതിലാണ് നമ്മൾ ശരിക്കും ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളത് ഒന്നും കൂടി നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രമ്മിൽ കുറേ പേര് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാണ്ട്. നമ്മുടെ പറമ്പിലേക്ക് വന്നേക്കുന്ന രണ്ട് അതിഥികളാണ് കേട്ടോ, രണ്ട് മയിലുകൾ. ഇവിടെ തന്നെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കള വശത്ത് കണ്ടായിരുന്നു. ഇവിടെ നോക്കിയപ്പോൾ പറമ്പിൽ വന്നേക്കണതാണ്. അപ്പുറത്തെ വീടിൻ്റെ പറമ്പിൽ കൂടെ നടന്ന് നമ്മുടെ അവിടേക്ക് കയറിയേക്കുന്നതാണ് കേട്ടോ. ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്ത് കാണിക്കാം, ഇവർ പോകുന്നറിയത്തില്ല. രണ്ട് കൂട്ടുകാരാന്ന് തോന്നണു. ഇറങ്ങി ഇതിൻ്റെ മുകളിൽ നമ്മളിത് കട്ടിയുള്ള പഴങ്കഞ്ഞെള്ളമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് വെച്ചിട്ട് ബാക്കിയുള്ള കഞ്ഞിവെള്ളം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ നല്ല കട്ടിയുള്ള ഭാഗം മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ.
പച്ചക്കറികൾ മാത്രമല്ല നമ്മുടെ പഴത്തിൻ്റെ തൊലി, ഓറഞ്ചിൻ്റെ തൊലി, ഇതൊക്കെ നമ്മൾ അതിലിടുന്നുണ്ട്. അപ്പോൾ പഴങ്കഞ്ഞെള്ളം കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജൈവവളം ഉണ്ടാക്കുന്നതിൻ്റെ സെറ്റപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജൈവവളത്തിൻ്റെ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് അവിയും തോറും നമ്മൾ ഇതേ പ്രോസസ്സ് ഒന്നും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 45 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ജൈവവളം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും 45 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അവസ്ഥ എന്താണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്തവർക്ക് എല്ലാവർക്കും ബൈ.